അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ പറ്റിയുള്ള ചർച്ചകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു അദൃശ്യമായ ശക്തി അത് നിലനിൽക്കുന്നതാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ലോകത്തിന് മൊത്തം അറിയാം. അവരുടെ സ്വാധീനം നടത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത നീചന്മാരുടെ ഒരു സംഘമായിട്ട് ലോകം അതിനെ വിലയിരുത്തുന്നുണ്ട്. സോറോസിനെ പോലെയുള്ള കൃമികളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട, അതായത് അണുക്കളാണ് ഈ പറയുന്ന രോഗം പരത്തുന്ന അണുക്കൾ, കൃമികൾ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ജന്മമാണ് സോറോസിനെ പോലുള്ളവർ. അത് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടല്ലോ. അതെ, ഇന്ത്യയെ അത് ബാധിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്ന് വേണമെങ്കിൽ പറയാം. ഡീപ് സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനിലേക്കൊന്ന് നോക്കിയാൽ മതി. കാരണം അവിടെ നമ്മൾ സാധാരണ ഈ നയതന്ത്രജ്ഞരൊക്കെ പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു സൈന്യമുണ്ട്, പക്ഷേ സൈന്യത്തിനൊരു രാജ്യമുള്ളത് അത് പാകിസ്ഥാനിൽ മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം അത്രത്തോളം അവിടെ സംഘടിതമായി നടക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു പറച്ചിൽ പോലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള ISIയുമാണ് പാകിസ്ഥാനിലെ ഡീപ് സ്റ്റേറ്റ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരാണ് ഇതിന്റെ എല്ലാം ചരടുവലികൾ നടത്തുന്നത്. അവിടെ ആര് ഭരിക്കണം, ആര് വാഴണം, ആര് വീഴണം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആഗ്രയിൽ അന്ന് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അവിടെ സമാധാന ഉടമ്പടികളെല്ലാം ഒപ്പിട്ട് പോയതാണ് ഈ നവാസ് ഷെരീഫ് എന്ന് പറയുന്ന പാക് പ്രധാനമന്ത്രി. അതിനുശേഷം അദ്ദേഹം അറിയാതെയാണ് പിന്നീട് ജനറൽ പർവേസ് മുഷറഫിന്റെ ആജ്ഞപ്രകാരം പാക് സൈന്യം നമ്മുടെ കാർഗിലിൽ അറ്റാക്ക് വരുന്നത്, ആ വിഷയം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇതേ മുഷറഫ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇറങ്ങിയതോടുകൂടിയാണ് കസേര നഷ്ടപ്പെട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ സംഭവം, അതായത് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രിയൻ പറഞ്ഞ കണക്കുള്ള കൃമികീടങ്ങൾ ഇത്തരത്തിലാണ് ഒരു രാജ്യത്തെ ബാധിക്കുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാവാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിലും വീണ്ടും ആഴത്തിൽ തന്നെ പ്രവർത്തനം തുടങ്ങി എന്നുള്ളത് റിപ്പബ്ലിക് TV എഡിറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള അർണബ് ഗോസ്വാമിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അത് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ നയതന്ത്രജ്ഞനും അഭിഭാഷകനും ഒക്കെ ആയിട്ടുള്ള ജോൺ ബോൾട്ടന്റെ വീട്ടിൽ FBI റെയ്ഡ് നടന്നു. എന്തുകൊണ്ട് റെയ്ഡ് നടത്തി എന്നുള്ളതിന് ഉത്തരമായിട്ട് ഗോസ്വാമി പറയുന്ന കാര്യം, ഇന്ത്യയെ പിന്തുണയ്ക്കുന്നയാളായിരുന്നു ഈ ബോൾട്ടൻ എന്ന് പറയുന്ന അഭിഭാഷകൻ. അപ്പോൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ എല്ലാം അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു തുടങ്ങിയിരിക്കുന്നു. അത് ഇത്തരത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണ്. അതായത് ഇന്ത്യയുടെ കാർഷിക വിപണി നമുക്കറിയാം, നമ്മളുമായിട്ടുള്ള ഇറക്കുമതി തീരുവ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 29-ാം തീയതി അവസാനത്തെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് അമേരിക്ക പിന്നാക്കം പോയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മൾ മറ്റ് സാധ്യതകൾ തേടി പോകുന്നുണ്ട്. ആ സാധ്യതകൾ, അതായത് നമ്മൾ മുട്ടുന്ന വാതിലുകൾ, നമ്മൾ വെക്കുന്ന കാര്യങ്ങളിലേക്ക് എല്ലാവരും വാതിൽ തുറന്നിടുകയാണ്. എല്ലായിടത്തും സ്വതന്ത്ര വ്യാപാര കരാർ തന്നെ നിലവിൽ വരികയാണ്. അപ്പോൾ ബലം പ്രയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണം എന്ന് പറയുന്നവർക്ക് സ്ഥാനമില്ലാതെയാകുന്നു. അതും പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖല, ക്ഷീരമേഖല, ഇലക്ട്രിക് വാഹന വിപണി എന്നിവിടങ്ങളിലാണ്. ചൈന പോലും പറഞ്ഞിരിക്കുന്നു, നമുക്ക് റെയർ എർത്ത് മിനറൽസ് തരാം, അതിന് പ്രത്യേകിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ആ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. സത്യത്തിൽ അവിടെ നിന്ന് ഈ റെയർ എർത്ത് മിനറൽസ് കിട്ടാതായതോടുകൂടിയാണ് നമ്മൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് ആ ഒരു തീരുവ യുദ്ധവും ഈ ഒരു കാര്യം കൂടി വന്നപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി 5 രാജ്യങ്ങളിലേക്ക് ഒരു 8 ദിവസത്തെ യാത്ര സംഘടിപ്പിച്ചത്. ഈ 8 ദിവസങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് വമ്പൻ വിജയമായിരുന്നു. ഇതോടുകൂടി ചൈനയ്ക്കും ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. കിട്ടുന്ന പണി അങ്ങോട്ടും കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടാൻ പറ്റിയവനല്ല, ഇത് നമുക്കും മേലെ പറക്കുന്നവനാണ് എന്നുള്ളത് മനസ്സിലായി. ഇരിക്കുന്നതേ നമ്മൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത് അത്തരത്തിലുള്ള ആളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന പോലെ നമ്മളെ പിന്തുണയ്ക്കുന്ന ആളുകൾ ആരാണോ അമേരിക്കയിലുള്ളത് അവർക്കൊക്കെ നേരെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ, റെയ്ഡും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ
ഈ പറയുന്ന വോട്ടധികാർ യാത്ര അല്ലെ, ഈ വോട്ടധികാർ യാത്രയൊക്കെ നടത്തുന്നത് എന്തിനാണ് എന്നുള്ളത് പോലും സംശയാതീതമായിട്ടുള്ള സംശയം ഉണർത്തുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഈ പറയുന്ന കാര്യങ്ങളിൽ വോട്ടുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്നവർ ഈ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കടലാസ് കൊണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് സുപ്രീം കോടതിക്കോ ഇലക്ഷൻ കമ്മീഷനോ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന്മേലൊരു നടപടിയും എടുക്കാൻ പോകുന്നില്ല. വലിയ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞ് പരാതി കൊടുക്കുന്നില്ലല്ലോ, ഇല്ല, കൊടുക്കാൻ കഴിയില്ല. ഈ തുണ്ട് പേപ്പർ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്കൊന്നും രേഖയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ രേഖയായിരിക്കണമല്ലോ. രേഖകൾ വെച്ചിട്ടല്ലേ നമുക്കൊരു പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ പരാതി കൊടുക്കാൻ രേഖകളില്ല. എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ തന്നെ എത്രയോ കാര്യങ്ങൾ പാളിപ്പോയി. മിൻഡാദേവിയുടെ കാര്യമായിക്കോട്ടെ, എല്ലാം അടിമുടി പാളിപ്പോയി എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം നടത്തുകയും എന്നാൽ ഇതിനെതിരെ പരാതി കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വീണ്ടും നമ്മുടെ രാജ്യത്ത് ഈ ഡീപ് സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ വളരെ സജീവമായിട്ട് ചർച്ചാ വിഷയമാകുന്നത്. കാരണം ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന പക്ഷം ഉയർത്തുന്ന പല കാര്യങ്ങളും, അതായത് രണ്ടാമത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഏറ്റവും ശക്തമായിട്ട് പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇതിലൊന്നും ഇവർക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല. ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം എന്താ പറയാ, 8 നാടും പൊട്ട ചീറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ സംശയിക്കില്ല, എന്തുകൊണ്ട് ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണത്തിന് രേഖാമൂലം പരാതി കൊടുക്കാൻ കഴിയുന്നില്ല. ഏത് ആരോപണം എടുത്തു നോക്കട്ടെ, നമുക്കറിയാം രാഹുൽ ഗാന്ധി ആണെങ്കിൽ പുറത്തു പോയിട്ട് പറയുന്നത് മുഴുവൻ ഇന്ത്യ വിരുദ്ധതയല്ലാതെ മറ്റൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് പറയുന്നത് അതും ഇന്ത്യ വിരുദ്ധതയാണ്. നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത് അത് ഒരു ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് ബോധം വരാത്തത് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും കളിയായിട്ടൊക്കെ പറയുമെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രായം 55ആയി. ഇനിയും ബോധം വന്നിട്ടില്ലെങ്കിൽ അതിനെ പിടിച്ചുകെട്ടി വല്ല മൂലക്കിടേണ്ട അവസ്ഥയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ അതിനും അപ്പുറം അവിടെ പലരുടെയും ഫണ്ടുകൾ വാങ്ങി എന്നുള്ള ആരോപണമൊക്കെ പല കോണുകളിൽ നിന്ന് വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് പണം മുടക്കിയെന്ന് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് തന്നെ ഇത് പറയുകയും വലിയ വിഷയമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയത് ആർക്ക് വേണ്ടിയാണ്? ഇത് ആരാണ് ഇതിന്റെ പണം വാങ്ങിയത്? ആര് വാങ്ങി? എപ്പോൾ വന്നു? എങ്ങനെ? ആരിലേക്കൊക്കെ പോയി എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഇതുവരെയും ഒരു എന്താ പറയാ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഡീറ്റെയിൽസോ ഒന്നും പുറത്തു വന്നിട്ടില്ല. എല്ലാവരും നടക്കുന്നുണ്ട്. നമുക്കറിയാം കട്ടിംഗ് സൗത്ത് വെക്കുന്ന ആശയം ആരുടേതാണ്? ഇവർ ആരുടെ പണം വാങ്ങിയിട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്? ഇവർക്കെല്ലാം ഇപ്പോ മാധ്യമങ്ങൾ പോലും ഉണ്ടല്ലോ, പ്രിയൻ അറിയാലോ. ഈ മാധ്യമങ്ങൾക്ക് യാതൊരു ലാഭവുമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വാർത്തകൾ പടച്ചുവിടാൻ പറ്റുമോ? നമ്മുടെ പ്രകാശ് കാരാട്ടിനെതിരെയുള്ള ഒരു ആരോപണം വന്നിരുന്നു. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വാർത്തകൾ ചമയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഈ അന്വേഷണം വരികയും അദ്ദേഹത്തിന്റെ മെയിലുകൾ ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ആളുകൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ ശത്രുക്കൾ ശരിക്കും നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ളതാണ് ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പുറമേയുള്ള ശത്രു ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിനെ പ്രതിരോധിക്കാൻ കഴിയും. അത്രത്തോളം ശക്തിപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ രാജ്യം. പക്ഷെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ജാർഖണ്ഡിലെ ജാർഖണ്ഡിലല്ലേ കന്യാസ്ത്രീകളുടെ വിഷയം വരുന്നു, ഛത്തീസ്ഗഡില് ആ കന്യാസ്ത്രീകളുടെ വിഷയം വരുന്നു. അത് അവിടുത്തെ പ്രതിപക്ഷം പോലും അതിനുവേണ്ടി ഇറങ്ങുന്നില്ല. അതിനു പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലേ. എന്തുകൊണ്ട് അവിടുത്തെ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നില്ല? പകരം നമ്മുടെ നാട്ടിൽ നിന്നാണ്, അതായത് കേരളത്തിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോവുകയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാനായിട്ട് ഈ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമുക്കറിയാം നമ്മുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള
ഡീപ് സ്റ്റേറ്റ് എന്താണ് ചെയ്തത്? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സെന്റ് മാർട്ടിൻ ദ്വീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് അവിടെ അവസാനം ഷെയ്ഖ് ഹസീനെ കസേരയിൽ നിന്ന് വലിച്ച് താഴെ ഇടാനുണ്ടായ കാരണം. ഒടുവിൽ അവർക്ക് നമ്മൾ അഭയം കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. ഇതിപ്പോൾ 3-ാം തവണയും മോദി വന്നിരിക്കുകയാണ്. മോദിയെ അട്ടിമറിക്കുക എന്നുള്ളത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ മാത്രമല്ല, അതുവഴി അവർ ഉന്നം വയ്ക്കുന്ന ചില ആളുകൾ ഇവിടെ കൃത്യമായിട്ടുണ്ട്. അവരുടെ പണം വാങ്ങി പിൻവറ്റിക്കൊണ്ടൊക്കെ നമുക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ട്. അത് ആരെന്ന് തിരിച്ചറിയാൻ അധിക സമയമൊന്നും വേണ്ട, പക്ഷെ അവർക്കെതിരെയുള്ള ശക്തമായ നടപടികളുണ്ട്. നമുക്കറിയാം 30 ദിവസം ജയിലിനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് പറയുന്ന ഒരു ബില്ല്, രാജ്യസുരക്ഷാ ബില്ല് കൊണ്ടുവരുന്നു. എതിർക്കുന്നുണ്ട്. ആരാണ് എതിർക്കുന്നത്? എന്തിനാണ് അവരെ എതിർക്കുന്നത്? ആ എതിർക്കുന്നതിനൊരു കാരണം വേണ്ടേ? പ്രധാനമന്ത്രി പദം പോലും, പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക് പോലും ആ പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ബില്ലാണ്. അല്ലാതെ ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ പ്രധാനമന്ത്രി പദം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തിരിച്ച് ഉള്ള കാര്യങ്ങളല്ല. അപ്പോഴും ഇത് എതിർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കളി നമ്മുടെ രാജ്യത്ത് വളരെ നമ്മൾ പറയില്ലേ സ്ലീപ്പർ സെൽസ് എന്ന്, അതുപോലെ തന്നെ ഇതും ഒരു സ്ലീപ്പർ സെല്ലായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതിന്റെ കളി വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. അതിനെതിരെയുള്ള പ്രതിരോധം ഉയർത്തുകയാണ് ഇനി നമ്മുടെ രാജ്യത്ത് ഭരണകൂടം ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.